നമുക്കിനി കോട്ടയത്തേക്കാണ് പോകേണ്ടത്. കോട്ടയം ജില്ലയിലും വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയാണ്. വെള്ളമിറങ്ങിയ ശേഷം ഇന്നലെ ഗതാഗതം പുനഃസ്ഥാപിച്ച പലയിടത്തും വീണ്ടും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. പാല ഈരാറ്റുപേട്ട റോഡിൽ പനക്കപ്പാലം, മൂന്നാനി, ഭരണങ്ങാനം എന്നിവിടങ്ങളിൽ വാഹനങ്ങൾ കടന്നുപോകാനാകാത്ത വിധം വെള്ളം ഉയർന്നിട്ടുണ്ട്. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയായ ഇല്ലിക്കൽ, ആർപ്പൂക്കര, ഐമനം, കോട്ടയം ടൗൺ പ്രദേശങ്ങളെല്ലാം രൂക്ഷമായ വെള്ളക്കെട്ടിലാണ്. ജില്ലയിലെ 71 ക്യാമ്പുകളിലായി 1678 പേർ കഴിയുന്നുണ്ട്. ജ്യോതിഷ് മോഹനൻ വിവരങ്ങൾ നൽകും. ജ്യോതിഷ, ജില്ലയിലെ സ്ഥിതി എങ്ങനെയാണ്? ഏതൊക്കെ മേഖലകൾ, ഏതൊക്കെ പ്രദേശങ്ങളാണ് അതിരൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ദിവ്യ, ഇന്നലെ രാവിലെ കുറച്ചധികം നേരത്തേക്ക് വെള്ളം ഒന്ന് കുറഞ്ഞ് മഴയൊന്നും നിന്നപ്പോൾ മാത്രമാണ് വെള്ളം ഒന്ന് ഇറങ്ങിയത്. പക്ഷേ പിന്നീട് രാത്രിയോടുകൂടി മഴ വീണ്ടും ശക്തി പ്രാപിച്ചപ്പോഴത്തേക്ക് വീണ്ടും വെള്ളം ഉയരുകയായിരുന്നു. എനിക്ക് പിന്നിൽ ഒരു ദൃശ്യം ഞാൻ കാണിച്ചു തരാം. ഇത് റോഡാണ്. പക്ഷേ ആ വെള്ളം തുഴഞ്ഞ് ചില ആളുകൾ രണ്ടുപേർ വരുന്നത് കാണാം. ആ വെള്ളം തുഴഞ്ഞ് റോഡിൽ കൂടെ വരുന്നത് സാധാരണ നമ്മൾ കാണുന്ന തോട്ടിക്കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും പുഴയിലൂടെയൊക്കെ വെള്ളം തുഴഞ്ഞ് വരുന്നതാണ്. പക്ഷേ ഇത് ഒരു റോഡാണ്. ആ റോഡിൽ അത്രയും വെള്ളം കയറി കിടക്കുന്നതുകൊണ്ടാണ് അവർ അത്തരത്തിൽ തുഴഞ്ഞു വരുന്നത്. ഏതായാലും ആ ദൃശ്യങ്ങളിൽ കാണാൻ എന്തുമാത്രം ഈ മഴയുടെ ആ ഒരു തീവ്രത എന്തുമാത്രം ഉണ്ടെന്നുള്ളത് കാണാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു ഇതാണ്. എവിടുന്നാ വരുന്നത്? ഇന്നലെ മുതൽ പെട്ട് കിടക്കുക. ഇത്ര വെള്ളം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി കയറുമ്പോ ഇത്ര വെള്ളമില്ലായിരുന്നു. വീണ്ടും വെള്ളം കയറി പെട്ട് ഓഫീസിലേക്ക് 7 മണിക്ക് എത്തേണ്ടതാണ്. ഇപ്പൊ ഈ ചേട്ടൻ വന്നോട്ട് രക്ഷപ്പെട്ട്. ഇതിപ്പോ റോഡാണോ തോടാണോ മനസ്സിലാവും. അയ്യോ, ഇത് ഇന്നലെ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ വീണ്ടും കയറുവാണ്. ഇതിന് ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഈ മുന്നറിയിപ്പ് വന്നത് ഇന്നലെ രാത്രിയാണ്, 1:30-ക്കാണ്. നേരത്തെ മുന്നറിയിപ്പ് ഇട്ടിരുന്ന നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് എവിടെന്നാ നിങ്ങൾ വരുന്നത്? ഞാൻ ഇവിടെ താമസിക്കുന്ന, അടുത്ത് താമസിക്കുന്ന. ഞങ്ങൾക്ക് ഇത്രയും വെള്ളമായി. അപ്പം മാറാൻ വേണ്ടി വെള്ളം എടുത്തത്. അപ്പോൾ അവിടെ ഒരു മേലാതെ ഒരു ആൾ കിടപ്പുണ്ട്. പുള്ളിയെ കൊണ്ട് വരാനായിട്ട് എടുത്ത വെള്ളം. നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന ഏതായാലും വെള്ളം ഉള്ളത് കൊണ്ട് ഉപകാരപ്പെട്ട് റോഡിൽ കൂടെ വെള്ളം തുഴഞ്ഞു പോകാൻ പറ്റി. ഏതായാലും ആ ദൃശ്യങ്ങൾ നമുക്കൊന്നുകൂടെ കാണാം. അവർ തുഴഞ്ഞു പോകുന്നത് രാവിലെ ആ ചേട്ടൻ ഓഫീസിൽ പോകാനുള്ളതാണെന്ന് പറയുന്നത്. ആ ബുദ്ധിമുട്ടും ആ ബാഗ് എല്ലാം ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഏതായാലും അത്തരത്തിലാണ് ഈ കോട്ടയം ജില്ലയുടെ പല ഭാഗത്തുമുള്ള ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പല ഭാഗത്തും ഇത്തരത്തിൽ വെള്ളം കയറി കിടക്കുകയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കിഴക്കൻ മേഖലയിൽ ഇന്നലെ വെള്ളം ഇറങ്ങിയിരുന്നു. പക്ഷെ വീണ്ടും ഇപ്പോൾ രാത്രിയോടുകൂടി ഈ വെള്ളം കയറി തുടങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പാല ഈരാറ്റുപേട്ട റോഡാണ്. ആ ഭാഗത്തുള്ള പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. പിന്നീട് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഈ കിഴക്കൻ മേഖല മാറ്റി നിർത്തി പടിഞ്ഞാറൻ മേഖലയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഇത്തരത്തിൽ വെള്ളം കയറി തുടങ്ങുന്നുണ്ട്. ഈ ഇല്ലിക്കൽ, അതുപോലെ തന്നെ ഐമനം, അർപ്പൂക്കര, തിരുവാർപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ വെള്ളം കയറിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോട്ടയം ടൗണിന്റെ പല ഭാഗത്തും വെള്ളം കയറുന്നുണ്ട്. മഴ ഇത്തരത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ ഈ ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാധ്യത കൂടി. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലങ്ങളിലാണല്ലോ ഏതാണ്ട് വെള്ളം കയറി വീട്ടിൽ കയറാനായിട്ടുള്ള പരിപാടിയിൽ. അപ്പം ആളെ ഒന്ന് ബോട്ടൊന്ന് എന്താ പറയുക ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേരെ മാറ്റാനുണ്ട്. ബുക്ക് ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥ വരെ എത്തിയല്ലേ? എന്താ പറയുക 2 പേരെ പ്രായമുള്ള ഒരു 92 വയസ്സായ അമ്മയും സഹോദരനുണ്ട്. ക്യാമ്പിലേക്കൊക്കെ ക്യാമ്പിലോട്ടല്ല, വേറെ ഒരാളെ കാരിത്താസില ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്യണം. അമ്മയെ പെങ്ങളുടെ വീട്ട് ബ്രഹ്മമംഗലത്തിലോട്ട് മാറ്റണം. അതിനുവേണ്ടി തീർച്ചയായിട്ടും ദിവ്യ പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ സാധാരണ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഈ ഓൺലൈൻ ടാക്സികൾ ബുക്ക് ചെയ്ത് പോകുന്നത് പറയുന്ന പോലെയാണ് ഇപ്പം ഈ വള്ളം ബുക്ക് ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥയാണ്. കാരണം വേറെ മാർഗമൊന്നുമില്ല ഈ പ്രദേശത്ത് നിന്നൊക്കെ പുറത്തേക്ക് കിടക്കാൻ. അങ്ങനെ അത്രയും മഴ പെയ്ത് വെള്ളം ആ റോഡ് അങ്ങനെ ദൂരത്തോട്ട് വെള്ളക്കെട്ടിലാണോ? വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണോ? ആ വീടുകളിൽ നിന്നൊക്കെ ആളുകൾ മാറി താമസിച്ചോ? ദിവ്യ, വീടുകളിൽ നിന്നൊക്കെ ആളുകൾ മാറി തുടങ്ങുന്നുള്ളൂ. ഇന്നലെ ഈ റോഡിൽ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ രാത്രി പെയ്ത മഴയിൽ ഇന്ന് പുലർച്ചെ തൊട്ടാണ് ഈ റോഡിൽ ഇത്രയും വെള്ളം കയറി. ഞാനിപ്പോൾ നിൽക്കുന്നത് നാഗമ്പടം ഭാഗത്താണ് നിൽക്കുന്നത്. നാഗമ്പടം ഭാഗത്താണ് ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ പല ഭാഗങ്ങളിലും ഇന്നലെ രാത്രിയാണ് വെള്ളം ഉയർന്നത്. ഈ പ്രത്യേകിച്ച് ഈ കോട്ടയം ടൗൺ ഭാഗത്ത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് വെള്ളം ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇനിയിപ്പോൾ പതുക്കെ ആളുകളെല്ലാം തന്നെ ക്യാമ്പിലേക്ക് മാറുന്നുണ്ട്. ജില്ലയിൽ 71 ക്യാമ്പുകളാണ് നിലവിൽ
നിലവിൽ തുറന്നിട്ടുള്ളത്. അതിൽ തന്നെ 1600-ലധികം ആളുകൾ ഇപ്പോൾ തന്നെ ആ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ കൂടുതൽ ആളുകൾ ക്യാമ്പിലേക്ക് എത്തിത്തുടങ്ങുന്ന ഒരു സാഹചര്യം വരും. കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം കൂടി തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അത്രയും മഴക്കെടുതിയുടെ ആ ഒരു രൂക്ഷത അത്രയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശരി, പക്ഷേ മഴയൊന്നും കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ജ്യോതിഷ്, ജില്ലയിലൊന്നാകെ? ദിവ്യ, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല നിലവിലെ ഒരു അവസ്ഥയിൽ. കാരണം ഇന്നലെ വൈകുന്നേരം വരെ മഴ കുറഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായി മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നതാണ്. അതിൻ്റെ ഒരു ബാക്കി എന്നോണമാണ് ഈ കാണുന്ന ആ ഒരു വെള്ളക്കെട്ടെന്ന് പറയേണ്ടി വരും. ഇത്രയും വെള്ളം ഇന്നലെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ ഈ പ്രദേശത്ത് നമ്മൾ വന്നതാണ്, ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം വന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ആ റോഡൊക്കെ അതിൻ്റെ മുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. നടന്നു പോകാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്കായി മാറിയിട്ടുണ്ട്. ഏതായാലും അത്രയും ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. അത് ഇങ്ങനെ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാഹചര്യം കുറച്ചും കൂടെ രൂക്ഷമാകും, പ്രത്യേകിച്ച് ഈ കോട്ടയം ടൗൺ ഭാഗത്ത്. കാരണം ഈ കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന വെള്ളം ഇനിയും അവിടെയും മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം തീർച്ചയായിട്ടും ഇവിടെ വന്ന് കെട്ടിക്കിടക്കാനുള്ളൊരു സാധ്യത കൂടിയാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ്, അതാണ്. വരും മണിക്കൂറിലും ശക്തമായ മഴയാണ് എങ്കിൽ ഈ ജലനിരപ്പ്, ഈ വെള്ളക്കെട്ട് അത് ഒന്നുകൂടി രൂക്ഷമാകുന്ന ഒരു സ്ഥിതിയായിരിക്കും. നമ്മളിപ്പോൾ നോക്കിയത് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലയിലെ അവസ്ഥയാണ്. അവിടങ്ങളിലൊക്കെ വെള്ളക്കെട്ട് അതിരൂക്ഷമായി നേരിട്ടുകൊണ്ടിരിക്കുന്നു. പലയിടത്തും ക്യാമ്പുകൾ തുറക്കുന്നു, ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കൊക്കെ മാറ്റിപ്പാർപ്പിക്കുന്ന തിരക്കിലാണ് ജില്ലാ ഭരണകൂടവും ഉള്ളത്. നമുക്ക് മറ്റ് ജില്ലകളിലേക്ക് പോകാം. അവിടെ എന്താണ് സ്ഥിതിഗതി എന്ന് നോക്കാം. എവിടെയൊക്കെ മഴ ശക്തമായി പെയ്യുന്നു, എന്തൊക്കെ ദുരിതങ്ങൾ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് നേരിട്ട് കാണാം ഇടവേളയ്ക്ക് ശേഷം.